നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയയ്ക്കുക, ഞങ്ങൾക്ക് ആവശ്യമായ പരസ്യങ്ങൾ നൽകുക, പരമാവധി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സത്താർ പാന്തല്ലൂർ എന്ന് പറയുന്ന സമസ്തയുടെ പ്രമുഖനായ ഒരു നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഞാനിവിടെ അതിനെ ആസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത്. കേരള സർക്കാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു. അയ്യപ്പ സംഗമത്തിൽ അത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാനാണെന്നും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുമുള്ള പ്രതിപക്ഷത്തിൻ്റെയും BJPയുടെയും ബാക്കി രാഷ്ട്രീയ പാർട്ടികളുടെയും മുസ്ലിം എല്ലാവരുടെയും വലിയ സമ്മർദ്ദവും ബഹളവും വന്നപ്പോൾ എങ്കിൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷത്തിന് മാത്രമല്ല, ഹിന്ദുക്കളെ മാത്രമല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കുന്നവരാണെന്ന് പറഞ്ഞ് ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു. ഇത് വർഗീയ ധ്രുവീകരണം സംസ്ഥാനത്ത് ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചാനലുകളിൽ പറഞ്ഞു. നമ്മുടെ ചാനലിലും പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട മറ്റ് ചാനലുകളിലും ഞാൻ പറഞ്ഞു, യൂട്യൂബ് ചാനലുകളിലും എല്ലാം ഞാൻ പറഞ്ഞു, ഇത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കും. പക്ഷേ ഇന്ന് സമസ്തയുടെ അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. സമസ്തയുടെ സത്താർ പാന്തല്ലൂർ വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. ഇത് തീ കൊണ്ട് തല ചൊറിയുന്നതാണ്. ഇത് എന്താണ് നമ്മുടെ വാള് കൊണ്ട് പേനുണ്ടല്ലോ, തലയിലെ പേനിനെ എടുക്കുന്ന ഒരു രീതിയാണുള്ളത്. പേനെടുക്കാൻ വാളിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ തീ കൊണ്ട് തലചൊറിയേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും സർക്കാർ ഇതിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. അയ്യപ്പ സംഗമം, വിശ്വാസ സംഗമം എന്നൊക്കെ പറഞ്ഞ് ദേവസ്വം ബോർഡ് ബില്ലിലില്ലാത്ത, ദേവസ്വം ബോർഡ് ചട്ടങ്ങളിലില്ലാത്ത, ഒരു പരിപാടിയിലില്ലാത്ത ഒരു പരിപാടിയുമായി ഇറങ്ങിത്തിരിച്ച് വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ്, ഹൈക്കോടതിയിൽ കേസ്, വേണ്ട ജഗപുകയാണ്. അതിനിടയിലാണ് ഉടനെ ഇതിനെ പാച്ചപ്പ് ചെയ്യാൻ, കോംപ്രമൈസ് ചെയ്യാൻ, സെറ്റാക്കാൻ ന്യൂനപക്ഷ സംഗമം പറഞ്ഞത്. പക്ഷേ അത് പറഞ്ഞപ്പോൾ അതും വിവാദമായിരിക്കുകയാണ്. വളരെ ഗുരുതരമായ വിവാദത്തിലേക്കാണ് അത് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സത്താർ പാന്തല്ലൂരിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും എല്ലാ ചാനലുകളും പത്രങ്ങളും ചർച്ചകൾ വരുന്നത്. തീർച്ചയായിട്ടും സമസ്ത എതിർത്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിൻ്റെ എതിർപ്പാണ്, ചെറിയ എതിർപ്പല്ല. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സമസ്തയെ പോലുള്ള സംഘടനകൾ പറയുന്നു, ഇനി ആയിരക്കണക്കിന് ആളുകളാണ് ജാതികളുടെ, ഉപജാതികളുടെ, കുഞ്ഞു ജാതികളുടെ പേരിൽ ഇവിടെ സംഗമങ്ങൾ നടത്താൻ പോകുന്നത്. ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും വിലപേശും. കേരളം 200 വർഷം പിറകിലേട്ട് പോയി കഴിഞ്ഞു.